ഇപ്പോൾ എന്താണ് നിലവിലെ ഒരു സാഹചര്യം? നിലവിലിപ്പോൾ ചോറ്റാനിക്കര SHO ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 1.5 മണിക്കൂറോളം നീളുന്ന ഒരു ഇൻക്വസ്റ്റ് നടപടിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പറയുന്നത്. നിലവിൽ ഈ പ്രതി ഒരു വധശ്രമം നടത്തിയെന്ന രീതിയിലാണ്. ഇപ്പം കുട്ടി മരിച്ച സ്ഥിതിക്ക് അതൊരു കൊലപാതകം തന്നെ എന്നാണ് SHOയും പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് നടപടികളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മരണകാരണം എന്താണെന്ന് വ്യക്തമാകുന്നത്. ശ്വാസകോശത്തിലുണ്ടായ ശ്വാസ തടസ്സമാണോ, അതോ തലച്ചോറിന് ഏറ്റ പരുക്കാണോ, മറ്റെന്തെങ്കിലും തരത്തിലൊരു ആന്തരിക മുറിവുകൾ അല്ലെങ്കിൽ ആന്തരികമായ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് അറിയാൻ കഴിയുക. ഇപ്പോൾ നിലവിൽ 1.5 മണിക്കൂർ നീളുന്ന ഒരു ഇൻക്വസ്റ്റ് നടപടിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ കുട്ടിയുടെ മൃതദേഹം മാറ്റുമെന്നാണ് പറഞ്ഞത്. 5 മണിക്ക് മുൻപാണെങ്കിൽ ഉറപ്പായും മൃതദേഹം മാറ്റാൻ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ നാളെ രാവിലെയോടെ തന്നെ ആയിരിക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പെൺകുട്ടിയുടെ മൃതദേഹം മാറ്റുക. നിലവിലൊരു ദാരുണമായ ഒരു അവസ്ഥ തന്നെയാണ് ഈ പെൺകുട്ടി നേരിട്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുകയും ഇരുവരും തമ്മിൽ ഒരു സുഹൃത്തുക്കളാകുകയും മുൻ സുഹൃത്തിൽ നിന്നും ഇത്തരം ഒരു അവസ്ഥ, ഒരു ദാരുണമായ ഒരു അവസ്ഥ തന്നെയാണ് ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. പ്രതി ലഹരിക്ക് അടിമയായിട്ടുണ്ട്. ഇതിനു മുമ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ പലതവണ ഈ പെൺകുട്ടിക്ക്, 19-കാരിക്ക് പലതവണ ഈ പ്രതി അനൂപ് ലഹരി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ശരീരത്തെ ലഹരി ഉപയോഗിച്ചതായുള്ള യാതൊരു തെളിവുകളും കണ്ടെത്താനായിട്ടില്ല. പക്ഷെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തമാകുക. പക്ഷേ ഇതിനു മുമ്പും പെൺകുട്ടി പലതവണയായി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ആൺ സുഹൃത്ത് അല്ലെങ്കിൽ ഈ മുൻ സുഹൃത്ത് പലതവണ അല്ലെങ്കിൽ പലരിലേക്കും ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. പല കേസുകളിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇയാളാണ്. രാത്രി, ഇത് എടുത്തു പറയേണ്ടത്, ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് ഈ സംഭവം. രാത്രി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ശനിയാഴ്ചക്കുള്ള 11 മണി തൊട്ട് വെളുപ്പിനെ 4 മണി വരെ, ഞായറാഴ്ച 4 മണി വരെ ഈ പെൺകുട്ടിയുടെ കൂടെ ഇയാൾ ആ റൂമിലുണ്ടായിരുന്നു. കൃത്യമായി മണിക്കൂറുകളോളം ഉപദ്രവിക്കുകയായിരുന്നു. ചുറ്റികയും വീട്ടിലുള്ള മറ്റു മാരക വസ്തുക്കൾ ഉപയോഗിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാളുടെ ഈ ഒരു ഉപദ്രവം സഹിക്കാനാവാതെയാണ് ആ ഷാൾ എടുത്ത് സ്വയമേ ആത്മഹത്യക്ക് ഈ പെൺകുട്ടി ശ്രമിക്കുന്നത്. ഈ ആത്മഹത്യക്ക് പെൺകുട്ടിയുടെ മരണവെപ്രാളം കണ്ട അടുക്കളയിൽ നിന്ന് കത്തിയെടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ഈ പ്രതി തന്നെ ഷാളറുത്ത് തറയിലേക്ക് ഈ പെൺകുട്ടിയെ ഇടുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ശ്വാസം കൊടുക്കാതെ, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആ ഒരു സമയത്ത് ഇയാൾ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടായിരുന്നേനെ, സംഭവം പുറത്തു വന്നിരുന്നേനെ, വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നേനെ. പക്ഷെ ആ ഒരു സമയത്ത് ഈ പ്രതി വളരെ കൃത്യമായ രീതിയിൽ വീണ്ടും ആ പെൺകുട്ടിയെ അപായപ്പെടുത്താൻ തന്നെയാണ് ശ്രമിച്ചത്. വീണ്ടും ഉണ്ടാക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് തന്നെ ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച ഷാൾ അറുത്ത് തറയിലിട്ടതിന് ശേഷം വീണ്ടും ഈ പ്രതി ആ ഷാൾ ഉപയോഗിച്ച ആ പെൺകുട്ടിയുടെ കഴുത്ത് വളരെ വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥയും വീണ്ടും വായും മൂക്കും അമർത്തിപ്പിടിച്ച് ഒരു മരണത്തിലേക്ക് തന്നെ, ഒരു കൊലപാതകം നടത്തണമെന്ന ശ്രമത്തിലേക്ക് തന്നെയാണ് ഈ പെൺകുട്ടിയെ ഇയാൾ കൊണ്ടുപോയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാൻ. മാരകമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവുകളും പാടുകളും ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരും പറഞ്ഞിരിക്കുന്നത്. മൃഗീയമായ രീതിയിലാണ് ഈ പെൺകുട്ടിയെ അയാൾ ഉപദ്രവിച്ചിരിക്കുന്നത്. അർത്ഥനഗ്നയായ രീതിയിൽ ഈ പെൺകുട്ടിയെ കഴുത്തിൽ ഷാളുകൾ വെച്ച് വലിഞ്ഞു കെട്ടിയും കയ്യിൽ ഞരമ്പ് മുറിച്ച് അതിൽ ഉറുമ്പരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 11 മണിക്ക് നടന്ന സംഭവം ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഏകദേശം മണിക്കൂറുകളോളം കടന്നിട്ട്, ഒരു രാവും പകലും കടന്നിട്ടാണ് ഈ പെൺകുട്ടിയെ ബന്ധു കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ബന്ധു ഈ വീട്ടിൽ വന്നപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയിൽ ഒരു ദുരൂഹത തോന്നിയാണ് ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് സംഭവം അറിയിക്കുകയും ഉണ്ടായത്. നിലവിൽ ഈ പെൺകുട്ടിയുടെ 6 ദിവസമായി വെന്റിലേറ്ററിലാണ് ഈ പെൺകുട്ടി തുടർന്നുകൊണ്ടിരുന്നത്. യാതൊരു മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ ശരീരത്ത് പിടിക്കുന്നില്ല. ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ വന്നിട്ടില്ല. ബോധാവസ്ഥയിലേക്ക് എത്താൻ കഴിയില്ല. കാരണം അത്രയും മാരകമായ രീതിയിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് വേണം ഇയാൾ പറയാൻ. 4 മണിക്കൂറോളം, ഈ ഇത്രയും ഉപദ്രവം ഉണ്ടാക്കിയിട്ടും 4 മണിക്കൂറോളം ആ പെൺകുട്ടിയുടെ ശരീരത്തിനടുത്ത് തന്നെ ഇയാൾ ഉണ്ടായിരുന്നു. മരിച്ചുവെന്ന് കരുതിയാണ് താൻ അടുക്കള വഴിയിലൂടെ രക്ഷപ്പെട്ടതെന്നാണ് പ്രതി പോലീസിൽ നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നിർണായകമായൊരു സംഭവം നോക്കുകയാണെങ്കിൽ ഈ CCTV ദൃശ്യങ്ങളാണ് ഈ
കേസും സമീപത്തെ വീട്ടിൽ നിന്നുണ്ടായ ഒരു CCTV ദൃശ്യത്തിലാണ് പ്രതി കാണപ്പെടുന്നതും. രാത്രി 11 മണിയോട് തന്നെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ഈ പ്രതി ആ വീട്ടിലേക്ക് എത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു വീടിന്റെ പരിസരത്തേക്ക് ആരും തന്നെ വന്നിട്ടില്ലെന്നതാണ് പോലീസും പറയുന്നത്. നിരവധി തവണ, ഒരു വർഷത്തിനിടയിൽ നിരവധി തവണയാണ് ഈ പെൺകുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിരിക്കുന്നത്. മാനസികമായും ശാരീരികമായും തളർത്തിയിട്ടുണ്ടെന്നാണ് അമ്മയുൾപ്പെടെ മൊഴി നൽകിയിരിക്കുന്നത്. പലതവണ അമ്മയുടെ മുമ്പിൽ പോലും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് പോലും ഒരു വധഭീഷണി ഇയാൾ മുഴക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അമ്മ ഇവരുടെ ബന്ധത്തിന് ഒരു തടസ്സമായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. പലപ്പോഴായും അമ്മയുള്ളപ്പോൾ ഇയാൾ ഈ വീട്ടിൽ വരികയും ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അമ്മ ഇയാളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ട് പോലും ഇയാൾ പോവാതെ അമ്മയുടെ മുമ്പിൽ സ്വന്തം മകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അമ്മയുൾപ്പെടെ അമ്മയും നാട്ടുകാരുമെല്ലാം ഈ പ്രതിക്ക് നേരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നടപടി അന്ന് ആ പോലീസ് ഒന്ന് പൂർണ്ണമായും ഒന്ന് അന്വേഷിച്ച് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതെ ഇരിക്കാമായിരുന്നു എന്നാണ് വാർഡ് മെമ്പർ അടക്കമുള്ളവർ പറയുന്നത്. 20ഓളം പേരറിയുന്ന നാട്ടുകാരാണ് ഈ പ്രതിക്കെതിരെ ഒരു പരാതി നൽകിയിട്ടിരുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ ഉണ്ടാകുന്നതാണ്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട്. ഒരു ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ചോറ്റാനിക്കരയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതി ലഹരിക്കൊരു അടിമയാണ് എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്കും പല തവണയായി ഒരു വർഷത്തിനിടയിൽ ഇയാൾ ലഹരി മൃഗീയമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ശാരീരികവും മാനസികമായും ശാരീരിക ഉപദ്രവങ്ങൾ ശരീരത്ത് കാണുന്നത് പോലെ തന്നെ മാനസികമായി കുട്ടിയെ പലപ്പോഴായും തളർത്തിയിട്ടുണ്ട്. ചുറ്റിക കൊണ്ട് അടിച്ചിട്ടുണ്ട്, കൈക്കും കാലിനും എല്ലാം അടിച്ചിട്ടുണ്ട്. ആദ്യമായി ഇവർ സൗഹൃദത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും ഈ പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലമാണ് ആദ്യമായി ഇയാൾ ദേഷ്യത്തിൽ അടിച്ചു പൊട്ടിച്ചത്. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, മറ്റാരുമായി നീ സംസാരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇപ്പോൾ ഇയാൾ ഇല്ലാതെയാക്കിയിരിക്കുന്നത്. 19 വയസ്സുകാരിയുടെ ഒരു ജീവിതം തന്നെ ഇല്ലാതെയാക്കിയിരിക്കുകയാണെങ്കിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും പറയുന്നത് ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, അതോടൊപ്പം തന്നെ സംശയരോഗിയാണ് എന്നുകൂടെ പറയുന്നുണ്ട്. പല തവണകളായി നീ എന്നോടെ സംസാരിക്കാവോ, മറ്റു സുഹൃത്തുക്കളുമായി ഒരു ബന്ധം വയ്ക്കാൻ പാടില്ല എന്ന തരത്തിലൊക്കെ ഈ പ്രതി സംസാരിക്കുന്നുണ്ടായിരുന്നു. ചോറ്റാനിക്കരയിലെ യുവതിക്കുണ്ടായ ഒരു മർദ്ദനം ഒരു നാടിനെ മുഴുവനായൊരു പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പലതവണ ഈ പ്രതിയിൽ നിന്നും ഒരു ഉപദ്രവം ഉണ്ടായിട്ടും നാട്ടുകാർക്കുൾപ്പെടെ ഒരു പൊതുശല്യമായ ഈ പ്രതിയെ പോലീസ് എന്തുകൊണ്ട് മുന്നേ ഇയാളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു നടപടികൾക്കോ പോയില്ലെന്നൊരു ചോദ്യമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. ഇയാളൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. കഞ്ചാവ് വിതരണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റു മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ മയക്കുമരുന്നിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഇയാൾ തലയോരപ്പറമ്പ് സ്റ്റേഷനിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് തട്ടിപ്പറി കേസുകളിലും അടിപിടി കേസുകളിലും ഇയാളെ മറ്റു പല സ്റ്റേഷനുകളിലും അറസ്റ്റ് ചെയ്തു. നിലവിൽ 3 കേസുകളിലെ ഒരു പ്രതി കൂടിയാണ് ഇയാൾ ഇപ്പോൾ ഒരു കൊലപാതകനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ചോറ്റാനിക്കരയിൽ ഉണ്ടായി. ഈ 19 വയസ്സുകാരിക്ക് ഉണ്ടായിരിക്കുന്നത്. 2021 അതിജീവിതയാണ്, പോക്സോ കേസിലെ അതിജീവിതയാണ്, മിടുക്കി എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ ഈ കുട്ടിക്കുണ്ടായ ഒരു സംഭവം നാടിനെ ഒന്നാകെ പിടിച്ച് ഉലയ്ക്കുന്ന ഒരു സംഭവം എന്ന് വേണം പറയാൻ. വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ് ആ ശരീരത്തിൽ ആ 19 വയസ്സുകാരുടെ. ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതയാണ് മരിച്ചത്. മുൻസുഹൃത്തിന്റെ ആക്രമണത്തിനിടെ കഴിഞ്ഞ 6 ദിവസമായ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ മരണം സ്ഥിരീകരിച്ചത്. പ്രതിക്കെതിരെ കൊലക്കുറ്റമടക്കം ചുമത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രേണുക.